കക്കയത്ത് കർഷകനെ കൊന്ന കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാൻ വയനാട്ടിൽ നിന്ന് ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിൽ സംഘം തിരിച്ചു. അതേസമയം വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ കർഷകർ പ്രതിഷേധം തുടരുകയാണ്. മുഹമ്മദ് ഷഹീദുണ്ട് കക്കയത്ത് നിന്ന്. ഷഹീദ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? കാട്ടുപോത്തിന്റെ ഭീതിയിൽ കഴിയുന്ന കക്കയത്ത് ഇതുവരെ അബ്രഹാമിനെ കുത്തിക്കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കക്കയത്തുള്ള വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ കർഷകരുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അബ്രഹാമിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം, അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കുറച്ച് ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് നടപ്പിലാക്കി കിട്ടുന്നത് വരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ടുവട്ട ചർച്ച ഇപ്പോൾ കളക്ടറേറ്റിൽ നടന്നു, പക്ഷേ ഇതുവരെ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം ആയിട്ടില്ല. അബ്രഹാമിന്റെ കുടുംബത്തോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെയും സുരക്ഷ, ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം ഉറപ്പ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നവരെയും ഒരു പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇതിനകത്ത് ഇപ്പം അവിടെ നടന്ന രണ്ട് ചർച്ചകളുടെ അകത്തും 10 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുക്കാൻ വനം വകുപ്പിന്റെ കയ്യിൽ ഉള്ളതെന്ന് പറയുന്നു. ആ 10 ലക്ഷം രൂപയിൽ ആദ്യത്തെ 5 ലക്ഷം രൂപയും ബാക്കി വരുന്ന 5 ലക്ഷം രൂപയ്ക്ക് ഫാമിലി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് ആലോചിക്കാമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ആ 10 ലക്ഷം രൂപ എന്നുള്ളത് 10 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ടിലും ബാക്കി വരുന്ന 40 ലക്ഷം ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ആ കുടുംബത്തിന് 50 ലക്ഷം രൂപയാണ്. ആ 50 ലക്ഷം രൂപയിൽ 40 ലക്ഷം രൂപ ബാക്കിയുള്ള അതിനുള്ള കൃത്യമായ ഉറപ്പ്. അതേപോലെ തന്നെ മരണപ്പെട്ട അബ്രഹാമിൻ്റെ ഭാര്യ ഹാർട്ട് പേഷ്യൻ്റായിട്ട് കിടപ്പിലായിട്ടുള്ള ഒരു രോഗിയാണ്. ആ രോഗിയുടെ ഭാവി കാലത്തുള്ള ചികിത്സാ ചെലവ് കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം. ഒപ്പം തന്നെ ആ കുടുംബത്തിന് 3 മക്കളാണുള്ളത്. പള്ളിയും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്ത് ഒരു സാധാരണ കുടുംബമാണ്, കൂലിപ്പണിക്ക് പോയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഈ കുടുംബത്തിന് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും പിന്നെ ബാക്കിയുള്ള 40 ലക്ഷം രൂപ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് തടസ്സമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ 2:30 ചർച്ചയുണ്ട് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാന്നുള്ളത് അറിയില്ല. പക്ഷേ ഇപ്പം മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇന്ന് രാവിലെ ബോഡി ഏറ്റുവാങ്ങുന്നതിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനിയും നീളുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കോഴിക്കോടുള്ള മുഴുവൻ ആളുകളും ഇങ്ങോട്ടെത്തി ഇവിടെയാണ് അബ്രഹാമിൻ്റെ കുടുംബത്തിനും ഈ പ്രദേശത്തുള്ള ആളുകൾക്കും നീതി ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമരമുഖം ഇവിടെ തുറക്കാൻ പോവുകയാണ്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരമുഖം തുറക്കാനാണ് നാട്ടുകാരുടെയും കർഷകരുടെയും തീരുമാനം.